വിഷ്ണു ആണോ ഈ വിഷ്ണു? പിന്നല്ലേ, ഭാര്യ കറക്റ്റാണെന്നും പറഞ്ഞ് ചോറുകൂലിയെ പോലെ വീട്ടിലിരിക്കാനൊന്നും എന്റെ ആശാനെ കിട്ടില്ല. അതുകൊണ്ടല്ലേ കാക്കിയിട്ടുകൊണ്ട് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനൊപ്പം ഇറങ്ങിയത്. എങ്കിൽ നമ്മൾ ഇവിടെ ഒരു കലക്ക് കലക്കും. കളക്ടറുടെ ഭർത്താവ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്നു എന്ന് പറയാൻ നമുക്കൊരു വെയിറ്റ് അല്ലേ? എങ്കിൽ പിന്നെ പ്രശാന്തേ, ശ്രീധരേട്ടന്റെ മകൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയതിന് നമുക്ക് ഈ കളക്ടറെ കൊണ്ട് സമ്മാനം കൊടുപ്പിച്ചാലോ? ആ, അത് കൊള്ളാം. അത് നല്ല കാര്യ. അതെ കമല, കളക്ടർ സമ്മതിക്കും. എന്റെ പൊന്നു പ്രശാന്തേ, ഇത് നമ്മുടെ സ്വന്തം കളക്ടർ അല്ലേ. ഇത് ചെയ്യിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്ക് ഈ കളക്ടറെ ഏട്ടത്തിയമ്മാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാ. ഇത് ഞാൻ പറഞ്ഞങ്ങ് ശരിയാക്കിക്കോളാം. അതെ, സ്ഥലം ജില്ലാ കളക്ടറാണ് ഓട്ടോയിൽ ഇരിക്കുന്നത്. ഈ കുണ്ടും കുഴിയൊക്കെ ഒഴിവാക്കി ഓടിക്കണം. ആ പറഞ്ഞ ന്യായ. പക്ഷെ അത് പറയേണ്ടതേ നമ്മുടെ പൊതുമരാമത്തിനോടാ. ഓ കുഴി, വർഷം എല്ലാ വണ്ടിക്കാരുടെ കയ്യിൽ നിന്നേ ടാക്സ് പിടിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് ഈ റോഡിലെ കുണ്ടും കുഴിയും നിർത്തിക്കൂടാ? ഇതേ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഓട്ടോക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതറിയോ? എന്താ? നിങ്ങളെ പോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥരെ AC കാറിൽ അടച്ചിട്ട രീതിയിൽ സഞ്ചരിക്കുമ്പോഴേ പാവപ്പെട്ടവരുടെ വേദനയ്ക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഇതുപോലുള്ള റോട്ടിൽ കൂടെ ഓടിക്കുമ്പോ ഇന്ധന ചെലവ് കൂടുന്നു. വാഹനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് കയറ്റേണ്ടി വരും. അത് മാത്രമല്ല, ഈ വാഹനങ്ങൾ ഇങ്ങനെ പതുക്കെ ഓടിക്കുമ്പോഴേ പല ട്രിപ്പുകളും ക്യാൻസൽ ആവുകയാണ്. അതറിയോ? ഇതെല്ലാം സഹിച്ച് മണിക്കൂറുകളെ ചെലവാക്കിയിട്ട് കൃത്യ സ്ഥലത്ത് എത്തിക്കുമ്പോഴേ ഒരു 10-20 രൂപയ്ക്കൊക്കെ ഒന്ന് തല്ലുപിടിക്കേണ്ടി വരും. ഇതൊക്കെ ശരാശരി ഓട്ടോക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മാഡം. ഇതൊക്കെ അറിയണമെങ്കിലേ, മനസ്സിലാക്കണമെങ്കിലേ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥര് ഈ സാധാരണക്കാരുടെ വണ്ടിയായിട്ടുള്ള ഓട്ടോയില് സഞ്ചരിക്കണം. അതുമാത്രമല്ല, 3 ചക്രത്തിന്റെ മുകളിലിരുന്ന് 300 കാര്യങ്ങൾ അറിയാനും പറ്റും. ഇതിന്റെ ഒരു സുഖേ AC കാറിലിരുന്ന കിട്ടൂല. അതെ അതെ, കാക്കി യൂണിഫോമിൽ കയറിയപ്പോഴേ പഴയ സമരവീര്യമൊക്കെ പുറത്തു വന്ന് തുടങ്ങി അല്ലേ? അതിലെന്നെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം പറയിപ്പിക്കുന്നതാ. ഓരോരോ ജോലിയായിട്ട് ബന്ധപ്പെടുമ്പോഴാണല്ലോ അവിടുത്തെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ മനോവിഷമങ്ങളും ഒക്കെ അറിയാൻ പറ്റുന്നേ. ഒരു ഓട്ടോക്കാരെന്നുള്ള നിലയില്, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി എന്നുള്ള നിലയില് സ്ഥലം ജില്ലാ കളക്ടറോട് ഞങ്ങൾ ഞങ്ങളുടെ മനോവിഷമം അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ, സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പണിയും എനിക്ക് തലവേദന ആവുമെന്ന് ഉറപ്പ് അല്ലേ? പിന്നെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ആ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ കയറി പോന്നിരിക്കുന്നത്. സ്റ്റാൻഡില് അതൊരു സംസാര വിഷയം ആവോ? അവരൊന്നും അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതിപ്പോ വന്നു കയറിയത് വല്ല സിനിമാ നടിയൊന്നും അല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റേ സംസാര വിഷയമായേനെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വല്ല നയൻതാരയോ സണ്ണിലിയാനോ മഞ്ജു വാര്യരോ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നെങ്കിലേ സംസാര വിഷയം മാത്രമല്ല, ഒരു ജനപ്രവാഹം തന്നെ ആയേനെ. അത് ശരി, അപ്പൊ കളക്ടർക്ക് ഒരു വിലയും ഇല്ലെന്നാണല്ലേ? വിലയുണ്ട്. ഈ ഇടിവെട്ടും മഴയൊക്കെ ഉള്ള സമയത്തെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നല്ല എന്താ വിഷ്ണുട്ടാ, എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പിന്നെന്താ വണ്ടി നിർത്തിയ? അതെ, ആ കാണാണ് കളക്ടറേറ്റ്. അതിപ്പോ എനിക്കറിയാലോ, ഞാൻ ദിവസം വരുന്ന സ്ഥലമല്ലേ. അതല്ല, ഇനിയിപ്പോ കുറച്ച് നടന്നു പോണ്ടി വരും. അതെന്താ, അങ്ങോട്ട് ഓട്ടോ പോവില്ലേ? പോവും, പക്ഷെ ഈ ഓട്ടോ പോവില്ല. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചേ. ശാലിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? ഒരു ജില്ല ഭരിക്കുന്ന കളക്ടർ അതാൻ. ആ കളക്ടർക്ക് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. ഒരു ഓട്ടോയിലൊക്കെ വന്നിറങ്ങാന്ന് പറഞ്ഞാ അതൊന്നും ശരിയാവില്ല. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു ഓട്ടോക്കാരനാന്ന് തന്റെ സഹപ്രവർത്തനക്കാരനെ തനിക്ക് നാണക്കടാ. ആർക്ക്? എടോ,
ആനയ്ക്ക് ആനയുടെ വലിപ്പറിയില്ല എന്ന് പറയുന്ന പോലെ തന്റെ കാര്യം. അത് മാത്രമല്ല, ഉം. ജനങ്ങൾക്ക് മുമ്പിൽ തനിക്കൊരു സ്ഥാനമുണ്ട്. അതെ, ഞാനായിട്ട് കളഞ്ഞു പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വിഷ്ണുട്ടാ, ഈ സ്ഥാനമാനങ്ങളൊക്കെ എന്നാ ഉണ്ടായേ? രാജി എന്ന രണ്ടേ രണ്ട് വരിയിൽ തീരാവുന്നതേ ഉള്ളൂ എന്റെ ഈ ജോലിയും പത്രാസും ഒക്കെ. പക്ഷേ രണ്ടക്ഷരമുള്ള മറ്റൊരു വാക്കുണ്ട്. എന്റെ കഴുത്തിൽ അഗ്നിസാക്ഷിയായ വിഷ്ണുവേട്ടൻ കെട്ടിയ ദേ, ഈ താലി. ഇതിന് രണ്ട് മനസ്സുകൾ തമ്മിൽ വിളക്കി ചേർത്തതിന്റെ ഒരു ബലമുണ്ട്, ഒരുറപ്പ്. ആ ഉറപ്പിങ്ങനെ നമ്മളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി സധൈര്യം മുന്നോട്ട് പോവാൻ പറയുമ്പോ ഏത് സഹപ്രവർത്തകരെയാ വിഷ്ണുട്ടാ നമ്മൾ പേടിക്കേണ്ടത്? ഒന്നുമില്ലെങ്കിലും അധ്വാനിക്കുന്ന അനേകായിരം ജനങ്ങളുടെ ഒരു പ്രതിനിധിയാ വിഷ്ണുട്ട്. സാധാരണക്കാരന്റെ അത്താണി. അതിന്റെ ഗമയൊന്നും ഈ ആകാശത്തുകൂടി പറന്നു പോകുന്ന വിമാനം ഓടിക്കുന്ന പൈലറ്റിന് പോലും കിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? 10 രൂപയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ പോകുന്ന അമ്മൂമ്മയ്ക്കാണെങ്കിലും മിനിമം ചാർജ് മടിത്തട്ടി തിരികെ സധൈര്യം കയറാം ഈ ഓട്ടോയ്ക്കകത്തേക്ക്. അതുപോലെ ഈ മുകളിൽ കൂടി പറന്നു പോകുന്ന ആകാശപ്പറവയിൽ കയറാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ ഭർത്താവിന്റെ ഓട്ടോയിൽ കളക്ട്രേറ്റിന്റെ മുന്നിൽ വന്നിറങ്ങുന്നത് അപമാനമായി കരുതുന്ന സഹപ്രവർത്തകരുണ്ടെങ്കിൽ എനിക്കവരെ വേണ്ട. ഞാനേ ഒരു സാധാരണക്കാരിയാ. സാധാരണക്കാരന്റെ വാഹനമാ ഓട്ടോ. അതിൽ കയറുന്നതിലേ എനിക്ക് അഭിമാനേ ഉള്ളൂ.